ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ PDC ഫുഡ് ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് കിളിമീനും കൊണ്ടാണ്. കുറച്ച് നല്ല ഫ്രഷ് ആയിട്ടുള്ള കിളിമീൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇതിനെ നമുക്കൊന്ന് വറുക്കാമെന്ന്. നല്ല ക്ലീനാക്കി വൃത്തിയാക്കിയിട്ട് ഞാനൊരു പ്ലേറ്റിലേക്ക് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി മീൻ വറുക്കാനുള്ള മസാലകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ വറുത്ത വറ്റൽമുളക്, 2 വെളുത്തുള്ളി, 1 കഷ്ണം ഇഞ്ചി, കുറച്ച് ഉപ്പ്, പിന്നെ ചെറിയ കഷ്ണം നാരങ്ങ, കുറച്ച് കുരുമുളക്, കറിവേപ്പില, മഞ്ഞൾപ്പൊടി. ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം ഞാൻ ഒരു വാഴൻ്റെ ഇലയിലാണ് എല്ലാം കൂടി മിക്സ് ചെയ്യണത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയും ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട ശേഷം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പിന്നീട് നാരങ്ങ നീരും പിഴിഞ്ഞൊഴിച്ച ശേഷം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തതിന് മസാല നന്നായി യോജിപ്പിച്ച ശേഷം അതിനെ ഓരോ മീൻ കഷ്ണങ്ങളും എടുത്തിട്ട് ഞാൻ തേച്ച് പിടിപ്പിക്കണം. ഓരോ കഷ്ണത്തിലും എല്ലാ ഭാഗത്തുമായിട്ട് നല്ലോണം തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഈ മീൻ കഷ്ണങ്ങൾ ഒരു 20 മിനിറ്റോളം എടുത്ത് വയ്ക്കാം. മസാലയൊക്കെ പുരട്ടിയിട്ട് ഒരു കുറച്ച് നേരം എടുത്ത് വയ്ക്കുന്നത് മീൻ വറുത്ത് കഴിഞ്ഞ് വരുമ്പോൾ നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാനൊരു 20 മിനിറ്റ് ഇത് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു 20 മിനിറ്റിന് ശേഷം നമുക്ക് ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കി അതിൽ എണ്ണ ഒഴിച്ച് എണ്ണ ചൂടായി വരുമ്പോൾ നമുക്ക് 2 കറിവേപ്പില എടുത്ത് അതിൽ എണ്ണയിലേക്ക് അതിന് ശേഷം നമ്മുടെ മീൻ അതിൽ ഇട്ട് കൊടുക്കുക. മീൻ വേവിക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വേവിക്കുക. അപ്പോൾ കരി പിടിക്കാതെ കിട്ടും. അപ്പോൾ നമ്മുടെ മീൻ ഇവിടെ ഇങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ മുരിഞ്ഞ് വെന്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിതിനെ തിരിച്ചൊന്നിടണം. അപ്പോൾ കുഴപ്പമില്ലാണ്ട് തിരിഞ്ഞു, അതിലൊന്നും ഒട്ടിപ്പിടിച്ചില്ല. നല്ല മണം കിട്ടുന്നുണ്ട്. മസാലകളുടെ നല്ല ടേസ്റ്റുള്ള പോലെയൊക്കെ തോന്നുന്നുണ്ട്. നോക്കാം. അപ്പോൾ മീൻ ഇവിടെ നല്ല ക്രിസ്പി ആയിട്ട് വെന്ത് വന്നിട്ടുണ്ട്. നല്ല മണമുണ്ട്. ടേസ്റ്റും അതുപോലെയൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. എന്തായാലും നോക്കാം. ഇനി നമുക്കിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. കൂടെ ഒരു നാരങ്ങ കഷ്ണവും 2 ഉള്ളി കഷ്ണവും ഇട്ടിട്ടുണ്ട്. അത് ആവശ്യമുള്ളവർക്ക് അതിൽ നാരങ്ങ പിഴിഞ്ഞൊഴിച്ചിട്ടും ഉള്ളിൻ്റെ കൂടെയും കൂട്ടിയിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും. ബാക്കിയുള്ള മീനും കൂടി ഞാൻ വറുത്തിട്ട് ഇതിൻ്റെ കൂടെ ചേർക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ് അവർ ചാനൽ. കീപ് സപ്പോർട്ടിങ്, ലൈക്ക്, ഷെയർ, കമൻറ്റ്. അടുത്ത പ്രാവശ്യം കാണുന്നവരെ ടേക്ക് കെയർ. ബൈ.